ഇതാണ് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ അമ്പലത്തിന് ചിറക്കൽ കോവിലകമായി വളരെ അടുത്ത് വന്നാണ് ഉള്ളത്. കടലായി എന്ന പേര് വരാൻ കാരണം തന്നെ ഗ്രൗണ്ട് നട്ടില്ലേ നമ്മളെ കടല, ആ കടല കൃഷിയായിരുന്നു ഇവിടെ മൊത്തം ഉണ്ടായത്. കൃഷ്ണന് വളരെ ഇഷ്ടമുള്ള സാധനമാണല്ലോ ഈ കടല, വെണ്ണ, ശർക്കര, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയാണ് ഈ പേര് വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഭഗവാനാ കടലായി ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ ഉണ്ണിക്കണ്ണനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോറി ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടൊരു സ്റ്റോറിയാണ്. പണ്ടത്തെ കാലത്ത് ഇവിടെ ഒരു നീലവർണ്ണ കുട്ടി ഈ കടലായി ഗ്രൗണ്ടിൽ ഓടി നടന്ന് കളിക്കുന്നു. പിന്നെ തൊട്ടടുത്ത വീട്ടുകളിൽ പോയി പശുവിൻ്റെ പാലൊക്കെ കുടിക്കുന്നു, വെണ്ണ, ശർക്കരയൊക്കെ കട്ട് തിന്നുന്നു. പിന്നെ പശുക്കളുള്ള വീട്ടുകളിലുള്ള പശുക്കളിലൊക്കെ നല്ലോണം പാലുണ്ടാവുന്നു. അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ച ഒരു വികൃതി കുട്ടി, ഒരു കുരുത്തം കെട്ട സാധനമാണെന്നാണ്. പിന്നെ ഈ മുതിർന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് അത് കൃഷ്ണൻ്റെ ലീലകളാണെന്ന്. ഉത്സവം തുടങ്ങിയാൽ പിന്നെ ക്ഷേത്രം ശുദ്ധീകരിച്ച് തിരുമുറ്റം കഴുകി വിളക്ക് കത്തിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടി. സന്ധ്യാനേരത്തുള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പാണ് ഈ കാണുന്നത്. ഉത്സവം പിന്നെ ആനപ്പുറത്താണല്ലോ, അപ്പോൾ ആനേനെ ഒരുക്കി നെറ്റിപ്പട്ടം, മാളവട്ടം, വെഞ്ചാമരമൊക്കെ വെച്ച് ഇതൊരു കാഴ്ച മാത്രമല്ല, ഒരു നാടിനെ മൊത്തം രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ മേളം കേൾക്കുമ്പോൾ മനസ്സിന്റെ ഭാരം അങ്ങ് കുറയുന്ന പോലെ തോന്നും. സന്ധ്യാസമയം ആയപ്പോഴേക്കും ചുറ്റുവിളക്കൊക്കെ കത്തിച്ച് ചെണ്ടമേളം ഒക്കെ കേട്ട് ഒരു പ്രത്യേക ഒരു ഡിവൈൻ വൈബ്രേഷൻ ഫീൽ ചെയ്ത് എനിക്ക്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ലൈഫിലൊരിക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്ന് കൃഷ്ണനെ കാണുന്നുണ്ടെങ്കിൽ ഐ ഗ്യാരണ്ടി നിങ്ങൾക്കും ഈ വൈബ്രേഷൻ ഫീൽ ചെയ്യും. ചിറക്കൽ കടലായി ശ്രീകൃഷ്ണൻ ഭയപ്പെടുത്തുന്നൊരു ദൈവമല്ല, നമ്മളെ കേൾക്കുന്ന കൃഷ്ണൻ, നടക്കുന്ന കൃഷ്ണൻ, മനസ്സറിയുന്ന കൃഷ്ണൻ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വരുമ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും എന്നത്. ഞാനിവിടെ പറഞ്ഞത് വെറുമൊരു സ്റ്റോറിയല്ല, ഭക്തിയുടെ ഓരോരോ അനുഭവങ്ങളാണ്. പിന്നെ കൃഷ്ണനെ ഇഷ്ടപ്പെടാത്ത ഭൂമിയിൽ ആരാ ഉള്ളത്? അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ പെയിൻറ്റിങ്സ് കൃഷ്ണൻ്റെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ എൻ്റെ ഫ്രണ്ട് പൂജ വരച്ച ഈ കൃഷ്ണൻ്റെ പെയിൻറ്റിങ്. ഞാൻ പറഞ്ഞ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കൃഷ്ണൻ നിങ്ങളെ രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.